ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യ പരിശുദ്ധ പരമദിവ്യകാരുണ്യ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മൾ തീർത്ഥാടന ഉടമ്പടി എടുത്തവർ കൃപാസനത്തിലെത്തിയും ഓൺലൈനായും ഉടമ്പടി ധ്യാനം കൂടുന്ന ഒരു വിശുദ്ധമായ മുഹൂർത്തങ്ങളാണ്. ഉടമ്പടി ധ്യാനം എന്തുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി ധ്യാനം കൂടുന്നത്? അതിനർത്ഥം ഉടമ്പടി ബോധ്യങ്ങൾ ലഭിച്ചാൽ മാത്രമേ നമുക്ക് ഉടമ്പടി നടപ്പിൽ വരുത്താൻ പ്രത്യേക ഊർജം നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി ധ്യാനം കൂടുന്നത്. ഉടമ്പടിയുടെ അപ്ഡേഷൻസൊക്കെ എല്ലാം വരണത് ഈ ഉടമ്പടി ധ്യാനത്തിലാണ്. കാര്യം ലോകത്തിലെ ഈ ഒരു കുഞ്ഞു ധ്യാന കേന്ദ്രത്തിലാണ് പരിശുദ്ധ അമ്മ ഉടമ്പടി എന്ന മഹത്തായ പ്രാർത്ഥന ദാനമായി നൽകിയത്. അത് ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് തന്നതല്ല. 1987 മുതൽ അമ്മേ എന്നും പറഞ്ഞ് നടന്ന ഒരു യാത്രയുണ്ട്. അത് ജപമാല ജീവിത ദർശന ധ്യാനങ്ങളുമായി കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും കണ്ണൂർ കുഞ്ഞുമംഗലം തൊട്ട് തിരുവനന്തപുരം പുത്തൻതോപ്പ്, ഇടുക്കി ശാന്തമ്പാറ, അങ്ങനെ 107 ധ്യാനങ്ങൾ ജപമാല ജീവദർശന ധ്യാനം നടത്തി 2002. അതുക്കു മുമ്പ് മരിയൻ വർഷമെന്നും പറഞ്ഞ പരിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ മരിയൻ വർഷം പ്രഖ്യാപിച്ചു 1987. അത് സുവിശേഷ പ്രഘോഷണ ദശകത്തിൻ്റെ ഭാഗമായി 90 മുതൽ 2000 വരെയുള്ള മഹാജൂബിലിയോട് എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാണ് മരിയൻ വർഷം സ്ഥാപിച്ചത്. അപ്പോൾ ഞാനൊരു ഇടവകയിലായിരുന്നു ജോലി ചെയ്തത്. കാട്ടൂരെന്ന് പറയുന്ന ആലപ്പുഴ കാട്ടൂര്. 1200 വീട്ടുകാർ അന്നുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ചെയ്ത ആ വർക്ക് അച്ഛന്മാർ ചെയ്യണത് 4 അച്ഛന്മാരാണ് അവിടെ ഉള്ളത്. ഇപ്പം അന്ന് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാര്യം 1200 വീട് ഉണ്ട്. വലിയ ആ ഇടവക ഇപ്പം 3 ഇടവകയായി. അന്ന് ഈ വീടുകളിലെല്ലാം കയറി ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ഘോഷയാത്ര വരുന്നു, പ്രാർത്ഥനയാത്ര വരുന്നു, നിങ്ങളെ സ്വീകരിക്കണമെന്ന് പറയാൻ വേണ്ടി വീടാൻ തുടങ്ങി കയറി ഇറങ്ങി ജപമാല ചെല്ലുക. 2.5 മാസത്തെ മിഷൻ വർക്കാണ്. അപ്പോൾ മാതാവ് ഒരു ആഗസ്റ്റ് 11-ാം തീയതി വന്ന് രാത്രി മാതാവിൻ്റെ തിരുസ്വരൂപം കൊണ്ട് കൊച്ചിയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് വന്ന യാത്രയിൽ ഈ ഇടവക്കാർ മുഴുവനും മെഴുകുതിരിയും കത്തിച്ച് രാത്രി റോഡിൽ വരും 7000-ഓളം പേര്. അപ്പം നമ്മൾ നടന്നൊരു വഴി പെട്ടെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് ഉടമ്പടിയൊക്കെ നിങ്ങൾ ലൈറ്റേക്കാൻ്റെ പേർ റിക്വസ്റ്റ് എന്നും പറഞ്ഞ് ചുമ്മാ ഒരു റിക്വസ്റ്റ് ഇടുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കെസിയ എന്നും പറഞ്ഞ ഒരു സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞിവിടെ നിങ്ങൾ കേട്ട് കാണും അല്ലേ? കെസിയയുടെ സാക്ഷ്യം. അവർക്ക് ലിംഫോമയാണ്. അവർ UK-യിലാണുള്ളത്. അപ്പോൾ ലിംഫോമ ആയത് എന്ന് വെച്ചാൽ അത് ക്യാൻസറാണ്. അപ്പോൾ അവരുടെ അമ്മയാണ് ഇവിടെ ഉടമ്പടി ചെയ്തത്. ഉടമ്പടി ചെയ്തിട്ട് വളരെ അവരുടെ അവസ്ഥ അറിയാമല്ലോ, ഒരു ആകപ്പാടൊരു മകളുള്ളത്. ഇങ്ങനെ അതായത് അവർ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് തരണത്, അച്ഛാ എൻ്റെ മകൾക്ക് ക്യാൻസറാണ്, പക്ഷേ അവളിവിടെ ഇല്ല, അവൾ UK-യിലാണ്, അവളുടെ ഫോട്ടോയാണെന്ന് പറയും. ഫോട്ടോയാണെന്ന് പറഞ്ഞ് എനിക്ക് തരണത്
ഒരു മൊബൈലാണ്. അപ്പം മൊബൈൽ ഞാൻ പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ വെച്ചിട്ട് ആ വെക്കണ സമയത്ത് തന്നെ അമ്മ ആ ഒരു മെസ്സേജ് പറയും, ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇവളുടെ അമ്മയ്ക്കാണ് അസുഖമെന്ന് പറയും. ഉടനെ ഞാൻ വന്നിട്ട് ഉടനെ കെസിയുടെ അമ്മയോട് പറയും, ചേച്ചി അവർ എങ്ങനെയാലും 10-60 വയസ്സ് ഇങ്ങനെ കൂടുതലുള്ളതാണ്. ഞാൻ പറഞ്ഞു, ചേച്ചി കെസിയയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അസുഖമുണ്ടെന്ന് പറഞ്ഞ്, അസുഖമുണ്ടെന്ന് ഞാൻ നേരിട്ട് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങ് അസുഖമുണ്ടെന്ന് പറഞ്ഞാൽ അവർ വേണേൽ പ്ലസ്സിൽ ഇവിടെ വീഴും, അത് പറഞ്ഞില്ല. പക്ഷേ ഒരു കുറച്ച് നാളിനുള്ളിൽ ലിംഫോമയിൽ ലോകത്തിലെ 2ാമത്തെ ഡോക്ടറാണ് അവളെ ചികിത്സിക്കണമെന്നാണ് അവൾ പറഞ്ഞത്. 7 പെറ്റ് സ്കാനുകൾ ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ 4 ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാം ഉണ്ടെന്ന് തന്നെയാണ് പറയണത്. പക്ഷേ ഇവൾ വിശ്വസിക്കണത് എന്താണ്? മാതാവ് പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്ന്. അതാണ് വിഷയം. ശാസ്ത്രം ഇങ്ങനെ ഓരോ കാര്യം പറയുമ്പോൾ ആ വ്യക്തി അവിടെ ലോജിക്കെന്ന് പറയണത് നമ്മുടെ യുക്തിയെ വിശ്വാസം കൊണ്ട് വെട്ടാൻ പറ്റും. പലർക്കും വരുന്ന വിഷയം പലരുടെ യുക്തിയെ കൊണ്ട് വിശ്വാസം വെട്ടുകയാണ് ചെയ്യണത്. ഇവിടുന്ന് നിങ്ങൾ രക്ഷപ്പെടണം. ഇതൊരു സർക്കിളാണ്. സ്പിരിച്വലിൻ്റെ ഒരു മേഖലയുടെ ഒരു സർക്കിള്, വിഷമസന്ധിയാണ്. പലപ്പോഴും വിശ്വാസത്തെക്കാൾ ഉപരി റീസൺ ഇങ്ങനെ കയറി നിൽക്കും. എന്നിട്ട് യുക്തി വിശ്വാസത്തെ വെട്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് നിങ്ങളുടെ വിശ്വാസ ജീവിതം ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അതിന് പകരം തിരിച്ചു വരണം. ഈ വിശ്വാസം യുക്തിയേക്കാൾ ശക്തി പ്രാപിച്ചിട്ട് യുക്തിയെ വെട്ടിക്കൊണ്ടിരിക്കണം. എന്നിട്ട് വിശ്വാസം നിങ്ങളിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കണം. എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു നേഴ്സിംഗ് പ്രൊഫസർ ഒരു സാക്ഷ്യം പറഞ്ഞിവിടെ. അവരുടെ സാക്ഷ്യം യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അവരുടെ സാക്ഷ്യം, അവരുടെ കുഞ്ഞിനെ അബ്ഡോമനിൽ എന്തോ ഭയങ്കരമായ ആ രോഗത്തിൻ്റെ പേരെനിക്കറിയത്തില്ല, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. എന്നുവെച്ചാൽ നമ്മുടെ കോശങ്ങളെ തിന്നുകൊണ്ടിരിക്കണം. ദാറ്റ് മീൻസ് കൊളാപ്സ് ആകും കൊച്ച്. അപ്പോൾ ഇവൾക്ക് അവളുടെ കുട്ടിക്ക് ഈ കോശങ്ങളെ ഇങ്ങനെ കൊളാപ്സ് ആയിക്കൊണ്ടിരിക്കുന്ന കാരണം കുടലെല്ലാം അജീർണം ബാധിച്ച്, പിന്നെ കുഞ്ഞ് വെയിറ്റ് ലൂസ് ചെയ്ത് മരുന്ന് പിടിക്കണില്ല, ഭക്ഷണം പിടിക്കണില്ല, കുഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇവൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ, അവൾക്ക് നഴ്സിംഗ് പ്രൊഫസറായത് കാരണം അവൾ പറയണത്, അമ്മ അവളോട് പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോളെ ലൈറ്റക് ആൻഡ് പെയർ റിക്വസ്റ്റഡ് എന്നൊക്കെ പറയുമ്പോഴേ അവൾ ചിന്തിക്കണമെന്ന് വെച്ചാൽ അവൾ പറഞ്ഞു ആ ലോജിക്ക് എനിക്ക് മനസ്സിലാകണില്ല. അവർ പറഞ്ഞ നഴ്സിംഗ് പ്രൊഫസർ പറയണത് ആ ലോജിക്ക് എനിക്ക് പിടികിട്ടില്ല, എൻ്റെ കുഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുന്നത്, ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഈ ലൈറ്റക് ആൻഡ് ഞാനൊരു വേറെ ഭൂഖണ്ഡത്തിരുന്നുകൊണ്ട് ഇവിടെ ആലപ്പുഴ ഒരു മാതാവുണ്ട്, അവിടെ കൊണ്ടുവന്ന് ലൈറ്റക് ആൻഡ് പെയർ റിക്വസ്റ്റ്മെൻറ്റ് കമ്പ്യൂട്ടറിൽ ഞാനൊരു ആപ്ലിക്കേഷൻ നടത്തിയാൽ എങ്ങനെയാണ് എൻ്റെ കുഞ്ഞ് സുഖപ്പെടുന്നത്? ഇങ്ങനെ അതാണ് അവൾ പറയണത്. അവൾ ഇവിടെ സാക്ഷ്യം, കുഞ്ഞിനെ കൊണ്ട് സാക്ഷ്യം പറയുമ്പോൾ അവൾ ആദ്യം പറഞ്ഞത്, നഴ്സിംഗ് പ്രൊഫസർ സാക്ഷ്യം പറഞ്ഞത് ആ ലോജിക്ക് എനിക്ക് പിടികിട്ടണില്ല എന്നാണ്. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് പിടികിട്ടുന്ന ചില ലോജിക്കുകളുണ്ട്, ശാസ്ത്രം പറഞ്ഞു തന്നിട്ടുള്ള ലോജിക്കുകളുണ്ട്. അത് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഞാൻ 1 by 1 ആയിട്ട് ഇങ്ങനെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഇൻഡൈജഷനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഡോക്ടേഴ്സ് എന്താ പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്, ഓരോ വെബ്സൈറ്റും ഞാൻ അന്വേഷിച്ചു എന്താ പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്നത്. അതിന് പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ കുഞ്ഞിന് ആഹാരം ക്രമീകരിച്ചു, മരുന്നിനെ ക്രമീകരിച്ചു. പക്ഷേ നോ യൂസ്. 3 മാസം അങ്ങനെ ഞാൻ ഈ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഞാൻ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ കിട്ടി പോയിട്ടും എൻ്റെ കുഞ്ഞിങ്ങനെ ഡൗണായി വന്നതിൽ ഒരു മാർഗമൊന്നുമില്ല. അങ്ങനെ മാർഗ സമയത്താണ് ഞാൻ അമ്മയെ കൊണ്ട് ഉടമ്പടി ചെയ്യിക്കണത്. ഉടമ്പടി ചെയ്ത് ഞാൻ തന്നെ ഒരു നേർച്ച നേർന്നു, ഞാൻ നാട്ടിൽ വരുമ്പോൾ ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി ചെയ്തോളാമെന്ന് നമ്മൾ ഓഫർ ചെയ്യുമ്പോൾ വരുന്ന ഒരു വിഷയം, അത് ചെയ്ത പോലെയാവും. കാര്യം നമ്മളൊരു വ്യക്തിയോടല്ല പറയണത്, ദൈവത്തോടാണ് പറയണത്. ഞാൻ ഉടമ്പടി ചെയ്തോളാമെന്ന് പറയലേ, അപ്പോഴത് ചെയ്ത പോലെയാവും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് അറിയാം നിങ്ങളത് ചെയ്യുമെന്ന്. അതാണ് വിഷയം. നിങ്ങളത് ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. ഇപ്പം ചില ആൾക്കാർ ചെയ്യുമെന്ന് പറഞ്ഞാലും ചെയ്യത്തില്ലല്ല, അതും ദൈവത്തിന് അറിയാം. അതുകൊണ്ട് നമ്മൾ ദൈവത്തോടൊരു കാര്യം പറയുമ്പോൾ ചില കാര്യങ്ങൾക്ക് ലൈറ്റ്നിങ് ഇഫക്റ്റ് ഉണ്ടാകാൻ കാരണം നിങ്ങളത് ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇവൾ നേഴ്സിംഗ് പ്രൊഫസർ ഉടമ്പടി ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞ് ആ സമയത്ത് തന്നെ ഹീലിംഗ് പ്രോസസ്സ് തുടങ്ങിയിട്ടതിന് ശേഷം കുഞ്ഞിന് സംഭവിക്കുന്നത്, അവരുടനെ ഈ അടയാളം കിട്ടിയ ഉടനെ അവർ നാട്ടിൽ വന്ന് ഉടമ്പടി ചെയ്തിട്ട് ഈ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് കുഞ്ഞിന് വയറ്റിൽ പുരട്ടി കൊടുക്കും.
വയറ്റിൽ പെട്ട പിന്നെ സഡൻ ഹീലിംഗാണ് ഉണ്ടാകുന്നത്. സഡൻ ഹീലിംഗാണ് ഉണ്ടാകുന്നത്. അത് കുഞ്ഞിപ്പോൾ പൂർണ്ണമായും സൗഖ്യപ്പെട്ടിരിക്കണം. ഈ കുഞ്ഞ് മരിച്ചു പോകേണ്ട കുഞ്ഞാണ് ശരിക്കും. പക്ഷേ അവൾ ഉപയോഗിക്കുന്ന വാക്ക് ഞാൻ ലോജിക്കായിട്ടാണ് വിഷയം കണ്ടതെന്നാണ് എല്ലാ വിഷയങ്ങളും. കാര്യം ഞാൻ അങ്ങനെ പഠിച്ചു വെച്ചേക്കേണ്ടത് സയൻസിൻ്റെ ഒരു മെത്തേഡ് അനുസരിച്ച്. ഞാൻ സയൻസിനെ കുറ്റം പറയുകയല്ല. എന്താ പ്രശ്നം, ഞാൻ പറയുന്നത് നിങ്ങൾ പലപ്പോഴും നമ്മളിങ്ങനെ ട്രെയിൻഡായത് കാരണം, ലോജിക്കലായിട്ട് ട്രെയിൻഡ് കാരണം ചില കുറച്ച് കൂടുതൽ വിദ്യാഭ്യാസം ചെന്നു പോയവർക്ക് ചില സമയത്ത് വിശ്വാസം ഇമ്പോസ് ചെയ്യാൻ ഇത്തിരി സമയമെടുക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദാറ്റ് ഇസ് മൈ പോയിൻറ്റ്. അത് പറ്റത്തില്ല. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ, എൻ്റെ യുക്തിയുടെ ഒപ്പം തന്നെ അതിലംഘിക്കുന്ന വിശ്വാസത്താൽ എന്നെ പരിശുദ്ധ അമ്മയെ പോലെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ യുക്തിയേക്കാൾ എന്നിൽ വിശ്വാസം ദൈവമേ അങ്ങ് വളർത്തിയെടുത്തുകൊണ്ട് വിശ്വാസ പ്രയോഗത്തിലെ എനിക്ക് ബോധ്യങ്ങൾ നൽകണമേ. വിശ്വാസ പ്രയോഗത്തിലെ എനിക്ക് ബോധ്യങ്ങൾ നൽകണമേ. ശ്രദ്ധിക്കട്ടെ, നിങ്ങളുടെ മനസ്സ് ഓൺലൈനിലിരിക്കുന്നവരായാലും ശരി, ഇവിടെ പിൽഗ്രിമിലിരിക്കുന്നവരായാലും ശരി, നിങ്ങളുടെ മനസ്സ് ഈ ആരാധനയ്ക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. മനസ്സ് ആരാധനയ്ക്ക്. കാരണം ഈ ആരാധന സമയങ്ങളിലാണ് കർത്താവ് വലിയ അടയാളങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ ഈശോ കാണിച്ചത് ഹൃദയമാണ് കാണിച്ചത്. ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പഴയ ഒരു ഹൃദയമാണ്. പ്രായമുള്ള ആളാണെന്ന് തോന്നണേ. അപ്പം അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന വിഷയം, അവർ അങ്ങനെ പ്രായമുള്ളവർക്ക് ഹൃദയത്തിന് അസ്വസ്ഥത ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് അവർക്ക് നെഞ്ച് പൊത്തി പിടിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചെല്ലാം. മറ്റുള്ളവർ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ ഹല്ലേലൂയ. കർത്താവേ ഹൃദയാഘാതം വന്നവരെ, ഹൃദയാഘാതം വന്നവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ബ്ലോക്കുകൾ വീക്കായവരെ, ബ്ലോക്കുകൾ കർത്താവെ വാൽവുകൾ വീക്കായവരെ, വാൽവിന് ബ്ലോക്ക് വന്നവരെ, അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ, കർത്താവ് പ്രഷർ കൂടിപ്പോയവരെ, എപ്പോഴും പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരെ, മരുന്ന് കഴിച്ചിട്ടും പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരെ, എപ്പോഴും തലവേദന ഉള്ളവരെ, അതിൻ്റെ പേരിൽ എപ്പോഴും കിടക്കേണ്ടി വരുന്നവരെ, ശ്വാസം കൃത്യമായിട്ട് കിട്ടാതെ വരുന്നവരെ എല്ലാവരും ആശീർവദിക്കണമേ. കർത്താവിൻ്റെ തിരുമുറിവാർന്ന വലത് കരത്താൽ കർത്താവേ ഈ ഹൃദയത്തെ സ്പർശിക്കണമേ. എല്ലാ ഹൃദ്രോഗികളെയും സ്പർശിക്കണമേ. എല്ലാ ഹൃദ്രോഗികളെയും സ്പർശിക്കണമേ. യേശുവിൻ്റെ ശക്തി മരുന്നോ ലേപനമല്ല കർത്താവേ. അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുന്നത്. വചനത്തിൻ്റെ കരുത്താൽ, വചനത്തിൻ്റെ ശക്തിയാൽ ഹൃദയ രോഗങ്ങൾ, വചനത്തിൻ്റെ കരുത്താൽ, വചനത്തിൻ്റെ ശക്തിയാൽ ഹൃദയ രോഗങ്ങൾ യേശുനാമത്തിലെ ഇപ്പോൾ സൗഖ്യമാകട്ടെ, ഇപ്പോൾ സൗഖ്യമാകട്ടെ. ശ്രുതിക്കട്ടെ.